ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾക്കിത് അവസരം ദുബായിൽ ജോലി ചെയ്യാൻ. ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം. ഉടൻ വിസ 15 ദിവസത്തിനുള്ളിൽ 80,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് അവസരം. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 1.25 കിലോ മെത്തഫെറ്റമിനുമായി യുവാവും പെൺസുഹൃത്തും കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. ഇരുവരും പിടിയിലായത് കേരളശ്ശേരി കുണ്ടളശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്ന്. അറസ്റ്റിലായത് മങ്കര സ്വദേശി സുനിൽ, വടക്കഞ്ചേരി സ്വദേശി സരിത എന്നിവർ. രാസലഹരി കണ്ടെത്തിയത് വീടിന് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ. കോൺഗ്രസ് ഭരിക്കുന്ന കുന്നംകുളം കാട്ടകാമ്പൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റിയിൽ തട്ടിപ്പ് നടത്തിയ സെക്രട്ടറി അറസ്റ്റിൽ. ഉദ്ഘാടനത്തിനൊരുങ്ങി കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുതിയ ഓഫീസ് നാടിന് സമർപ്പിക്കും. പുത്തൻ കെട്ടിടം നിർമ്മിച്ചത് 1,90,00,000 രൂപ ചിലവിൽ. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷം രൂപ നീക്കിവെച്ച് പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെ ബജറ്റ്. ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക, കൈകോർക്കാം ഒരു കൈത്താങ്ങായി പദ്ധതിയിലൂടെ. വാർത്തകൾ വിശദമായി. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1.25 കിലോ മെത്തഫെറ്റമിനുമായി യുവാവിനെയും പെൺസുഹൃത്തിനെയും കോങ്ങാട് പോലീസ് പിടികൂടി. മങ്കര വെള്ള റോഡ് കുനിയമ്പാടം 30 വയസ്സുള്ള സുനിൽ, വടക്കഞ്ചേരി സ്വദേശിനി 30 വയസ്സുള്ള സരിത എന്നിവരാണ് പിടിയിലായത്. വാടക വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നായിരുന്നു രാസലഹരി കണ്ടെടുത്തത്. 2,40,000 രൂപയും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. ഈ തുക ലഹരി വിൽപ്പന വഴി ലഭിച്ചതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. നാട്ടുകാർ നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് വീട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. 2 വർഷം മുമ്പാണ് സുനിൽ കാറ്ററിംഗ് സർവീസ് നടത്തുന്നതിനായി ഇവിടെ വീട് വാടകയ്ക്കെടുത്തത്. ബാംഗ്ലൂരിൽ നിന്ന് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന രാസലഹരിയാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലാണ് ഇവർ MDMA വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. സുനിലും സരിതയും സഹപാഠികളാണത്രേ. വാടക വീട് കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയെപ്പറ്റി അറിഞ്ഞ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത്. കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോൺഗ്രസ് ഭരിക്കുന്ന കുന്നംകുളം കാട്ടകാമ്പൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റിയിൽ തട്ടിപ്പ് നടത്തിയ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു. കാട്ടകാമ്പൽ മൂലേപ്പാട് സ്വദേശി സജിത്തിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണപ്പണയം, ആധാരങ്ങൾ, സാലറി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് 2 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട സൊസൈറ്റി സെക്രട്ടറി സജിത്തിനെതിരെ നിരവധി പരാതികളാണ് ലഭിച്ചത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ സജിത്തിനെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്ന് സഹകരണ സൊസൈറ്റിയുടെ സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായ സജിത്ത് ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് പിടിയിലാവുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷം രൂപ വകയിരുത്തി പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെ ബജറ്റ്. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 1,55,390 രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണ യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. 25 ലക്ഷം രൂപയാണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ മാറ്റിവെച്ചത്. ഭവന സഹായം, വാർദ്ധക്യകാല പെൻഷൻ, വിദ്യാഭ്യാസ ധനസഹായം, ചികിത്സാ സഹായം, വിവാഹ സഹായം, കരയോഗ മന്ദിര സഹായം എന്നിവയ്ക്കായി കൈകോർക്കാം ഒരു കൈത്താങ്ങായി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക നീക്കിവെച്ചത്. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P നടരാജൻ, NSS ഇൻസ്പെക്ടർ KS അശോക് കുമാർ, ഭാരവാഹികളായ R ശ്രീകുമാർ, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, P സന്തോഷ് കുമാർ, K പ്രദീപ് കുമാർ, M ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉദ്ഘാടനത്തിനൊരുങ്ങി കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസ്. തിങ്കളാഴ്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഓഫീസ് നാടിന് സമർപ്പിക്കും. സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായി. ജൂൺ 2-ന് രജിസ്ട്രേഷൻ, പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി 1,90,00,000 രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 6 പഞ്ചായത്തുകളിലായി 9 വില്ലേജുകളാണ് ഓഫീസ് പരിധിയിൽ വരുന്നത്. കോട്ടായി 1, 2, പെരിങ്ങോട്ടുകുറിശി 1, 2, കുത്തനൂർ 2, മാത്തൂർ 1, 2, പറളി 2, മങ്കര എന്നീ വില്ലേജുകളിലുള്ളവരാണ് കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഗുണഭോക്താക്കൾ. ഇരുനില കെട്ടിടത്തിലായി താഴത്തെ നില ഓഫീസ് റൂമായും മുകളിലത്തെ നില റെക്കോർഡ് റൂമായുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പൊതുജനങ്ങൾക്കായി വിസിറ്റിംഗ് ഏരിയ, റീഡിംഗ് റൂം, ടോയ്ലറ്റ് സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. സ്ഥാപനത്തിൽ 7 ഉദ്യോഗസ്ഥരാണുള്ളത്.
2009 ഡിസംബർ 7 മുതൽ പ്രവർത്തനം ആരംഭിച്ച സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം കോട്ടായി സർവീസ് സഹകരണ ബാങ്കിന്റെ വാടക കെട്ടിടത്തിലായാണ് പ്രവർത്തിച്ചു വരുന്നത്. ഓഫീസിലേക്ക് വരുന്ന പൊതുജനങ്ങളുടെ സൗകര്യവും വിലപ്പെട്ട ഓഫീസ് രേഖകളുടെ സുരക്ഷയും പരിപാലനവും മുൻനിർത്തി വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും എളുപ്പത്തിൽ പ്രാപ്യമാകും വിധം ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ കെട്ടിടം പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രവാസി സംഘം കുളപ്പള്ളി വില്ലേജ് സമ്മേളനം കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്നു. ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി AP അഷറഫ് ഉദ്ഘാടനം ചെയ്തു. റിസർവ് ബാങ്കിന്റെ കഴിഞ്ഞ മാർച്ച് 31 കണക്കനുസരിച്ച് കേരളത്തിലേക്ക് 2 ലക്ഷം കോടി രൂപ ഒരു വർഷം ഔദ്യോഗികമായി അയക്കുന്ന ഒരു സാമ്പത്തിക ശക്തി കൂടിയാണ് പ്രവാസി. 16,654 കോടി രൂപ ഒരു മാസം കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ കണക്ക്. റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തേക്ക് 10.9 ലക്ഷം കോടി, ഏതാണ്ട് 11 ലക്ഷം കോടി രൂപ ഒരു വർഷം റെമിറ്റൻസ് നടത്തുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ പ്രവാസി. സമ്മേളനത്തിന്റെ ഭാഗമായി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രവാസി സംഘം വില്ലേജ് പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. SSLC +2 ജേതാക്കൾക്കുള്ള ഉപഹാരം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സമ്മാനിച്ചു. വില്ലേജ് സെക്രട്ടറി N സോമൻ സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് C മുകുന്ദൻ, കുളപ്പള്ളി കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത്, കൗൺസിലർ P പ്രസാദ്, ഉദയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച അൽ മസ്ജിദുന്നൂരിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കെ പള്ളിയുടെ ഉൾവശം കാണുന്നതിന് സർവ്വമതസ്ഥർക്കും അവസരമൊരുക്കി ഭാരവാഹികൾ. ആദ്യമായാണ് ഇത്തരം ഒരു അവസരം ഭാരവാഹികൾ ഒരുക്കുന്നത്. ഇതര സമുദായക്കാരായ സ്ത്രീകളടക്കം നിരവധി പേർ പള്ളിയുടെ ഉൾവശം കാണാൻ എത്തിയിരുന്നു. നിരവധി ആളുകളാണ് പള്ളിയിൽ വരികയും ഉള്ളിൽ പ്രവേശിച്ച് എല്ലാം കണ്ടു മനസ്സിലാക്കുകയും ചെയ്തത്. പല ആളുകൾക്കും പുറമേ നിന്ന് കാണുന്ന പള്ളി ഉള്ളിൽ ഇങ്ങനെയെല്ലാം ഉണ്ട് എന്ന് അറിഞ്ഞതിൽ കൗതുകവും സന്തോഷവുമായി. ആദ്യമായി കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിലെ നാരായണൻ നമ്പൂതിരിപ്പാട് പള്ളിയിലെത്തി. സംഘാടകർ നൽകിയ മധുരപലഹാരങ്ങൾ കഴിച്ചാണ് അദ്ദേഹം പോയത്. കൂടാതെ വരുന്ന എല്ലാ ആളുകൾക്കും മധുരപലഹാരങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനും കൊടുക്കുന്നുണ്ട്. പുതുശ്ശേരി സ്വദേശിയായ കൈപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യ ഇന്ദിരാദേവി ടീച്ചർ 81ാമത്തെ വയസ്സിലും പ്രായാധിക്യം വകവയ്ക്കാതെ മകൻ സാഹിത്യകാരനായ KP ഉണ്ണിയുടെ ഒപ്പമാണ് കുടുംബമടക്കം പള്ളിയിലെത്തിയത്. പള്ളിയിലെത്തിയ ഇവരെ മഹല്ല് പ്രസിഡന്റ് PM സിദ്ദീഖ് ഹാജി, സെക്രട്ടറി MM സിദ്ദീഖ്, മഹല്ല് ട്രഷറർ PU അബ്ദുൽ കരീം, നിർമ്മാണ കമ്മിറ്റി കൺവീനർ AA അബ്ദുൽ ഷഹീം, മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ബദരി, PA ബഷീർ മുസ്ലിയാർ തലശ്ശേരി എന്നിവർ സ്വീകരിച്ചു. പള്ളിക്കകത്ത് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഉണ്ടായതെന്ന് ടീച്ചർ പറഞ്ഞു. ഇതിനെ അവസരമൊരുക്കി തന്ന സംഘാടകരോട് പ്രത്യേക നന്ദിയും പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. എന്താ ഞാനൊരു പള്ളിയുടെ ഉള്ളിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഇതിൻ്റെ സംഘാടകരോട് ഞാൻ പ്രത്യേകം എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഞങ്ങളെയൊക്കെ കാണിക്കാൻ ഇപ്പോൾ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഇവിടുത്തെ 3ാമത്തെ വീട്ടിൽ താമസിക്കുന്ന ഞങ്ങളുടെ കുടുംബമാണ്. എത്ര അടുത്തായിട്ട് ഞങ്ങളൊന്ന് വന്നില്ലെങ്കിൽ അത് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു കുറവായി മാറുകയാണ്. ഇപ്പോൾ സന്തോഷമായി. പിന്നെ ഈ പരിസരത്തുള്ള ഒട്ടുമിക്ക കുട്ടികളെയും കാണാൻ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സർവീസിൽ നിന്നും വിരമിക്കുന്ന പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് VP സതീദേവിക്കും അറ്റൻഡർ P സുബ്രഹ്മണ്യനും യാത്രയയപ്പ് നൽകി. പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. 36 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സെക്രട്ടറി ഇൻചാർജ് VP സതീദേവിക്കും 24 വർഷത്തെ സേവനം പൂർത്തീകരിച്ച P സുബ്രഹ്മണ്യനുമാണ് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് യോഗം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് A സോമസുന്ദരൻ സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് മൗസിൻ MLA ഉപഹാര സമർപ്പണം നിർവഹിച്ചു. സംസ്ഥാനത്തിനാകെ മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് പട്ടാമ്പി കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സഹകരണ മേഖല വെല്ലുവിളികൾ നിറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും സഹകരണ മേഖലയിലുള്ള പല സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങൾക്കും ആക്ഷേപങ്ങൾ വരുന്ന സമയത്തും ഏറ്റവും മികച്ച രീതിയിൽ ആക്ഷേപങ്ങളില്ലാതെ മാതൃകയായി നിൽക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക്
അതിനെ അങ്ങനെ ആക്കി മാറ്റുന്നതിന് ഭരണസമിതി അംഗങ്ങളും അതോടൊപ്പം തന്നെ അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും നല്ല ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതീദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, ജോയിന്റ് രജിസ്ട്രാർ ശ്രീഹരി, TK നാരായണദാസ്, T ഗോപാലകൃഷ്ണൻ, P അനിൽകുമാർ, C അച്യുതൻ, P വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നീണ്ടകാലത്തെ സേവനത്തിന് ശേഷം വടക്കാഞ്ചേരി MRS സ്കൂളിൽ നിന്നും വിരമിച്ച പ്രധാനാധ്യാപിക VM ബുഷറയ്ക്ക് അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചെറുതുരുത്തി റിവർ റിട്രീറ്റിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ് ഉദ്ഘാടനം ചെയ്തു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK മുരളീധരൻ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് M സുലൈമാൻ, KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് സജൻ, വിവിധ സംഘടനയുടെ നേതാക്കളായ ബിന്ദു PK, അൻസാർ, ഗഫൂർ KM, MV സുലൈമാൻ, കൃഷ്ണകുമാർ പൊതുവാൾ, ചെറുതുരുത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി എന്നിവർ സംസാരിച്ചു. മുൻ അധ്യാപകനും ബുഷറയുടെ ഭർത്താവുമായ PI യൂസഫ് സ്വാഗതവും ബുഷറ VM നന്ദിയും പറഞ്ഞു. BPC ജയപ്രഭ ടീച്ചർ ഒരു ഏരിയ ആകുമ്പോൾ അക്കാദമിക് കാര്യങ്ങൾ കൊണ്ട് നടക്കണമെങ്കിൽ BPCയുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. ടീച്ചർ നല്ല നിലയിൽ തന്നെ എനിക്ക് അക്കാദമിക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ വളരെ സപ്പോർട്ടീവായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് എൻ്റെ മാഷോടാണ്, യൂസഫ് മാഷാണ്. ഞാൻ അല്ലെങ്കിൽ ഒരു LP അധ്യാപികയായിട്ട് എനിക്ക് ജോലി കിട്ടിയപ്പോൾ എൻ്റെ കരിയർ അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ സാറ് എന്നെ വീണ്ടും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും HSA PSC എഴുതിയത്. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും കളമെഴുത്ത് ശില്പശാലയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവന്റെ പോക്ക് എന്താണ്, അവന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കൂട്ടുകൂടുകയാണെങ്കിൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ല നേർവഴിക്ക് നിങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതല്ല തെറ്റായ രീതിയിൽ പോകുന്ന ഒരാളുമായി നിങ്ങൾ കൂട്ടുകൂടുകയാണെങ്കിൽ ആ വഴിക്ക് നമ്മൾ പോകുള്ളൂ. അപ്പോൾ ചങ്ങാത്തം അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകൂടുന്നത് വളരെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. വായനശാല പ്രസിഡന്റ് റിൻസി അധ്യക്ഷത വഹിച്ചു. കളമ്പാട്ട് ശില്പശാല നയിച്ച ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കടന്തമണ്ണ ശ്രീനിവാസനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മഹേഷ് കുമാർ, വിനിത സുരോജ് എന്നിവർ സംസാരിച്ചു. വായനശാല ജോയിന്റ് സെക്രട്ടറി A അജിത സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം അനിൽ നീലിമ കൊടുങ്ങല്ലൂർ നന്ദിയും പറഞ്ഞു. വായനശാല മുതിർന്ന അംഗം MK വേലായുധൻ, സെക്രട്ടറി അജേഷ് മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗിരിജ ടീച്ചർ, സുജി വിജയ്, P ആതിര, P ആകർഷ്, വായനശാല പ്രവർത്തകരായ സറീന, നൌഷാദ്, ലൈബ്രറിയൻ V ചിത്ര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ അക്കാദമിക് മികവ് നേടിയ വിദ്യാർത്ഥികളെ 8ാം വാർഡ് അംഗം P രാജീവ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ആദരം 2025 എന്ന പേരിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരളശ്ശേരി AUP സ്കൂളിലെ പ്രധാനാധ്യാപിക P സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളായിരിക്കുമ്പോൾ നമ്മളുടെ ഒരേ ഒരു കാര്യം പഠിക്കുക എന്ന് മാത്രമാണ്. തുടർന്ന് സമ്മാന വിതരണവും നടത്തി. കേരളശ്ശേരി 8ാം വാർഡിൽ NSS, USS, SSLC, +2 ഡിഗ്രി വിജയികളെയാണ് അനുമോദിച്ചത്. 40 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വാർഡ് വികസന സമിതി അംഗം VC ബാലകൃഷ്ണൻ, BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആരപ്പത്ത്, ഗിരിജ മോഹൻദാസ്, സ്മിത സുരേഷ്, ശരണ്യ, ഗിരീഷ്, അനുഷ ജയ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. 1.25 കിലോ മെത്തഫെറ്റമിനുമായി യുവാവും പെൺസുഹൃത്തും കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. ഇരുവരും പിടിയിലായത് കേരളശ്ശേരി കുണ്ടളശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്ന്. അറസ്റ്റിലായത് മങ്കര സ്വദേശി സുനിൽ, വടക്കഞ്ചേരി സ്വദേശി സരിത എന്നിവർ. രാസലഹരി കണ്ടെത്തിയത് വീടിന് മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ. കോൺഗ്രസ് ഭരിക്കുന്ന കുന്നംകുളം കാട്ടക്കാമ്പൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റിയിൽ തട്ടിപ്പ് നടത്തിയ സെക്രട്ടറി അറസ്റ്റിൽ.
ഉദ്ഘാടനത്തിനൊരുങ്ങി കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുതിയ ഓഫീസ് നാടിന് സമർപ്പിക്കും. പുത്തൻ കെട്ടിടം നിർമ്മിച്ചത് 1,90,00,000 രൂപ ചിലവിൽ. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 25 ലക്ഷം രൂപ നീക്കിവെച്ച് പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെ ബജറ്റ്. ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക, കൈകോർക്കാം ഒരു കൈത്താങ്ങായി പദ്ധതിയിലൂടെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.